എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് പറഞ്ഞതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. എങ്ങനെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അനുയോജ്യമായിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഈ 2025 സെലക്ട് ചെയ്യാം, അതിനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് തിരഞ്ഞെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ പറയുന്നത്. പലപ്പോഴായി പല ആളുകൾ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രാധാന്യം ഞാൻ പങ്കുവയ്ക്കുന്ന സമയത്ത് എന്നോട് ചോദിക്കാറുണ്ട്, ഏതാണ് ഒരു മികച്ച ഹെൽത്ത് ഇൻഷുറൻസ്. അങ്ങനെ എനിക്ക് എൻ്റെ കുടുംബത്തിന് ഞാൻ എടുത്ത ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് കണ്ണുമടച്ചങ്ങ് സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങളുടെ റിക്വയർമെൻറ്റുകൾ വേറെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് വേറെ ആയിരിക്കും. നിങ്ങളുടെ പ്രായവും നിങ്ങളുടെ സാഹചര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട ആ ഒരു സം അഷ്യൂർഡ് തുകയും ഒക്കെ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. പല മാർഗ്ഗങ്ങളുണ്ട്. നിങ്ങൾക്ക് നാട്ടിലെ ഒരു ഏജന്റിനെ, ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഏജന്റിനെ വ്യക്തിപരമായിട്ട് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സജസ്റ്റ് ചെയ്യും. അദ്ദേഹം അതിൻ്റെ പ്രോസസ്സൊക്കെ ചെയ്തു തരും. എന്നാൽ ഇന്ന് നമ്മൾ ആ രീതിയിൽ അഡ്ജസ്റ്റഡ് ആവേണ്ട ആവശ്യമില്ല. ധാരാളം ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളിൽ നിന്ന് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളത് എടുക്കാനായിട്ടുള്ള അവസരം, നിങ്ങൾക്ക് തന്നെ എടുക്കാനായിട്ടുള്ള അവസരം ഇപ്പോൾ ഓൺലൈനായിട്ടൊക്കെ ഉണ്ട്. ഓൺലൈനായിട്ടൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് പല ആളുകളും പരാതിപ്പെടുന്ന ഒരു കാര്യമാണ്, ഒരു തവണ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും നിങ്ങളെ സ്പാം കോൾ ചെയ്യുന്നത് പല ആളുകളും ഒരു പരാതിയായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ അത്തരത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് കമ്പയർ ചെയ്തെടുത്ത് നൽകുവാൻ സഹായിക്കുന്ന ഡിറ്റോ എന്ന ഇൻഷുറൻസ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെയാണ് ഈ 2025 നിങ്ങൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആദ്യം തന്നെ നിങ്ങളുടെ നീഡ്സിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഹെൽത്ത് ഇൻഷുറൻസുകളുടെ പ്രാധാന്യം പല ആളുകൾക്കും വളരെ വൈകിയായിരിക്കും തോന്നി തുടങ്ങുക. ഒന്നെങ്കിൽ പ്രായമായിട്ടുള്ള മാതാപിതാക്കൾ ഏതെങ്കിലുമൊക്കെ അസുഖങ്ങളുടെ ഭാഗമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഫ്രീക്വന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ വിസിറ്റുകൾ വേണ്ട വരുന്ന സമയത്ത്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരുന്ന സമയത്ത്, അത്തരത്തിൽ വൈകി തോന്നുന്ന കാര്യങ്ങൾക്ക് നമ്മൾക്ക് വലിയ നഷ്ടങ്ങൾ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നീഡ് എന്നുള്ളതിനെ വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത്. നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആലോചിക്കുന്ന സമയത്ത് തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള സാമ്പത്തിക ലാഭമുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ നീഡ് എന്താണ്? നിങ്ങൾക്ക് കുട്ടികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട നീഡാണോ, അല്ല നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ചില ക്രിട്ടിക്കൽ ഇൽനെസ്സുകൾ വരുന്ന ഒരു ഹിസ്റ്ററി ഉണ്ടോ? നിങ്ങളുടെ അച്ഛനോ വല്യച്ഛനോ അല്ലെങ്കിൽ മുത്തശ്ശനോ മുത്തശ്ശിക്കോ ആർക്കെങ്കിലും അങ്ങനെ ക്രിട്ടിക്കൽ ഇൽനെസ്സുകൾ തലമുറകളായിട്ട് വരുന്ന ഒരു ഹിസ്റ്ററി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു നീഡാണ്. അപ്പോൾ നിങ്ങൾക്കും വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു അനുമാനത്തിൽ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസുകൾ, കുറച്ച് കൂടുതൽ കവറേജ് ഉള്ള ഹെൽത്ത് ഇൻഷുറൻസുകൾ എടുത്ത് വയ്ക്കേണ്ടി വരും. അപ്പോൾ അതൊരു നീഡാണ്. അതേപോലെ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് നിലവിൽ അസുഖങ്ങളൊന്നുമില്ല, എന്നാലും പ്രായാധിക്യത്തിൽ ഉണ്ടാവുന്ന അസുഖങ്ങൾ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇൻഷുറൻസ് ആണോ നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു നീഡാണ്. അതുമല്ല, നിങ്ങളൊരു യങ് കപ്പിളാണ്, നിങ്ങളൊരു കുട്ടിയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളിപ്പോൾ വളരെ എങ്ങാണ് ഒരു 25-26 വയസ്സൊക്കെ നിങ്ങൾക്കുള്ളൂ, നിങ്ങൾ 2 വർഷം കൂടെ കഴിഞ്ഞിട്ട് ഒരു കുട്ടിയെ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മെറ്റേണിറ്റി കവറേജ് ലഭിക്കുന്ന ഇൻഷുറൻസ് നിങ്ങൾക്ക് എടുത്തു വയ്ക്കാനായിട്ട് സാധിക്കും. അതൊരു നീഡാണ്. ഇപ്പോൾ മെറ്റേണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ എക്സ്പെൻസുകളൊക്കെ അതിഭീകരമാണ്. നമുക്ക് അറിയാൻ പറ്റില്ല ഏതൊക്കെ തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് വരുമെന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ നീഡുകളെയും മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇൻഷുറൻസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കടമ്പ. ഇപ്പോൾ പ്രായമായിട്ടുള്ള മാതാപിതാക്കൾ, അവരുടെ ചില അസുഖങ്ങൾ, അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബം, കുഞ്ഞു കുട്ടികൾ, ഇങ്ങനെ എല്ലാവരെയും കൂടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് ഉൾപ്പെടുത്തുന്ന സമയത്ത് ആർക്കെങ്കിലും ഒരു ക്ലെയിം വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും പോളിസി കവറേജിൽ അത് അഫക്റ്റഡ് ആവാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു നീഡാണ് രണ്ടായിട്ടുള്ള ഇൻഷുറൻസ് എടുക്കുക. അച്ഛനും അമ്മയ്ക്കും ഒരു സെപ്പറേറ്റ് ഇൻഷുറൻസ്, നിങ്ങൾക്ക് വേറെ ഒരു ഫാമിലി ഇൻഷുറൻസ്. അതേപോലെ തന്നെ ഇപ്പോൾ വിവാഹമൊക്കെ കഴിക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ഇൻഷുറൻസുകൾ എടുക്കാനായിട്ട് സാധിക്കും. ഈ നീഡുകളെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി. അടുത്തത് ആഡ്വക്കേറ്റ് സം അഷ്യൂർഡ്. നമുക്ക് വേണ്ട ഇൻഷുറൻസ് കവറേജ് എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവണം. ഇപ്പോൾ 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ എന്നുള്ള ആ ഒരു ചെറിയ തുകയ്ക്ക് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഈ ക്രിട്ടിക്കൽ ഇൽനെസ്സിൻ്റെ ഹിസ്റ്ററി ഒക്കെ ഉണ്ട്, കുടുംബത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ചെറിയ തുകയിൽ നിങ്ങൾ ഒരു കവറേജ് എടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങളുടെ ചികിത്സയ്ക്ക് തികയാതെ വരും. അപ്പോൾ നമ്മൾ ആരും ഇത് ക്ലെയിം ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ള ഇൻഷുറൻസ് എടുക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തെ മുഴുവൻ സാമ്പത്തിക പരാധീനതയിലേക്ക് തള്ളിവിടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഒരു അസുഖം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഹോസ്പിറ്റൽ എക്സ്പെൻസുകൾ 5 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം എന്നൊക്കെ പറയുന്നത് ഒരു അത്യാവശ്യം ഒരു വൈറൽ ഫീവർ വന്നിട്ട് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ കുറച്ച് ദിവസമായെങ്കിൽ പോലും ഈ ഒരു തുകയിലെ കുറേ ഭാഗം അവരങ്ങ് എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു തുക കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യുക. നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ ആ ഒരു ആരോഗ്യമൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾ തുക ഫിക്സ് ചെയ്യുക. നമുക്കൊരു അസുഖം വന്നിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം എന്ന് തീരുമാനിച്ചിട്ട് കാര്യമില്ല. അസുഖം വരുന്നതിന് മുൻപ് എടുത്തെങ്കിൽ മാത്രമേ
നമുക്ക് ആ ഒരു ചെറിയ തുകയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന തുകയ്ക്ക് കൂടുതൽ കവറേജ് ഉള്ള ഒരു ഇൻഷുറൻസ് എടുക്കാൻ പലപ്പോഴും സാധിക്കത്തുള്ളൂ. അടുത്തതായി നമ്മളിൽ പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ്. പണ്ടൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു ഏജന്റിനെ കണ്ടുപിടിച്ച് ഒരു ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇൻഷുറൻസ് ഏതൊക്കെ ഹോസ്പിറ്റലുകളിലാണ് ഈസി ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ചിന്തിക്കാറുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പല ഹോസ്പിറ്റലുകളിലും ഇൻഷുറൻസിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ട്, നെറ്റ്വർക്കുകളുണ്ട്. അപ്പോൾ ഞാൻ ഇൻഷുറൻസ് എടുത്ത സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായി ശ്രദ്ധിച്ചത് എൻ്റെ നാട്ടിലെ എത്ര മികച്ച ഹോസ്പിറ്റലുകൾ ഈ ഒരു ഇൻഷുറൻസിൽ ക്യാഷ്ലെസ് ആയി ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ക്യാഷ്ലെസ് ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ട്. ചില ഹോസ്പിറ്റലിൽ ഈ ഒരു ഇൻഷുറൻസിന്റെ ഏജന്റ് ഉണ്ടായിരിക്കില്ല, അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കില്ല. അങ്ങനെ ആകുമ്പോഴത്തേനും നമ്മൾ ക്യാഷ് അത് തന്നെ പേ ചെയ്തിട്ട് പിന്നീട് ക്ലെയിം ചെയ്യണം. എന്നാൽ ഇൻഷുറൻസ് പോളിസിയിൽ ക്യാഷ്ലെസ് ഹോസ്പിറ്റൽസ് കാണിക്കുന്ന ഹോസ്പിറ്റലുകളിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പണം അടയ്ക്കേണ്ടതില്ല, നമ്മുടെ ഇൻഷുറൻസിൽ നിന്നത് സ്വയമേ എടുത്തുകൊള്ളും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഇൻഷുറൻസ് പോളിസി ചുറ്റുപാടുമുള്ള എത്ര ഹോസ്പിറ്റലുകളിൽ ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് പരിചയമുള്ള ഹോസ്പിറ്റലുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ക്ലെയിം പ്രോസസ് ഒക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് ചോദിക്കുന്നതും ഒരു അഡീഷണൽ ബെനിഫിറ്റ് നിങ്ങൾക്ക് നൽകും. ഞാൻ അങ്ങനെ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചിരുന്നു, എങ്ങനെയുണ്ട് ഈ ഒരു ഹോസ്പിറ്റലിൽ ഈ ഒരു പോളിസിയുടെ ക്ലെയിം സെറ്റിൽമെന്റ് പരിപാടികൾ. ഇപ്പോൾ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അതിലേക്ക് ഞാൻ വരാം. നമ്മുടെ നാട്ടിലുള്ള സുഹൃത്തുക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലെയിം കിട്ടുന്നുണ്ടോ, അതിന്റെ പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ കുറേയധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്ഥിരമായി ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കാത്ത നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കി ഒരു ഇൻഷുറൻസ് എടുക്കുക എന്ന് പറയുന്ന ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയായിരിക്കാം. ആ ഒരു സമയത്താണ് ഡിറ്റോ ഇൻഷുറൻസ് എന്ന പ്ലാറ്റ്ഫോമിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് നിങ്ങളൊരു ഫ്രീ കോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ ഇൻഷുറൻസ് റിക്വയർമെന്റുകൾ മനസ്സിലാക്കി നിങ്ങൾക്ക് അനുയോജ്യമായ ഹെൽത്ത് ഇൻഷുറൻസുകളെ കുറിച്ചിട്ടുള്ള കുറേയധികം റെക്കമെൻഡേഷൻസ് നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അവർ നിങ്ങൾക്കായി നൽകും. വെറും 30 മിനിറ്റിലെ ഒരു കോളിൽ അവർ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കും. ഇപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഓഫേഴ്സാണ്. വളരെ ചീപ്പായിട്ടുള്ള പ്രീമിയത്തിലൊക്കെ ധാരാളം ഓഫേഴ്സ് ആരംഭിക്കുന്നുണ്ട്. വലിയ കവറേജ് എമൗണ്ട് വാഗ്ദാനങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ആ ഒരു കവറേജ് എമൗണ്ട്, അതേപോലെ തന്നെ ക്ലെയിം പ്രോസസ്സ്, അതൊക്കെ അത്ര ഈസി ആയിരിക്കുമോ, എന്തൊക്കെയാണ് അതിന്റെ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നിവയെ കുറിച്ചിട്ട് മനസ്സിലാക്കാനായിട്ട് നിങ്ങളുടെ നിലവിലുള്ള ഹെൽത്ത് ഇൻഷുറൻസിന്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടും ഒക്കെ ഡിറ്റോയുടെ ഈ ഒരു സേവനങ്ങൾ യൂസ് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ലിങ്ക് ഉപയോഗിക്കുക, കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയും കോൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയും. ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് തിരികെ വരുമ്പോൾ അതിൽ അടുത്തതായി പറയുന്നത് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കവറേജിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്കറിയാം, ഒരു അസുഖവുമായിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ചെല്ലുന്ന അന്ന് തന്നെ നിങ്ങളെ അഡ്മിറ്റ് ചെയ്യത്തൊന്നുമില്ല. കുറേ പ്രോസസ്സുണ്ട്, കുറേ ടെസ്റ്റുകളുണ്ട്, ഡോക്ടറെ കാണേണ്ടതുണ്ട്, ചിലപ്പോൾ കുറച്ച് മരുന്നുകളൊക്കെ കഴിക്കേണ്ടതുണ്ട്. ഇത് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകളാണ്. ആ ഒരു എക്സ്പെൻസുകൾ നിങ്ങളുടെ നിലവിലത്തെ ഇൻഷുറൻസ് പോളിസി അല്ലെങ്കിൽ നിങ്ങൾ ഇനി എടുക്കാൻ വേണ്ടി പോകുന്ന ഇൻഷുറൻസ് പോളിസി കവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ആലോചിക്കേണ്ടതുണ്ട്. അഡ്മിറ്റ് ആയതിനു ശേഷം കവറേജ് ഒക്കെ സാധാരണ എല്ലാ ഇൻഷുറൻസുകളും നൽകാറുണ്ട്. ഇനിയിപ്പോൾ ഡിസ്ചാർജ് ആയതിനു ശേഷമുള്ള എക്സ്പെൻസുകളോ, ഫിസിയോതെറാപ്പി ആവശ്യമായിട്ട് വരാറുണ്ട്, മരുന്നുകൾ എടുക്കേണ്ടി വരാറുണ്ട്, ഫോളോ അപ്പുകൾ ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പെൻസുകൾ നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസിയിൽ കവർ ആവുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഡേ കെയർ പ്രൊസീജിയേഴ്സ്. ഇപ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റാണ് കാര്യങ്ങളൊക്കെ. ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ചില ട്രീറ്റ്മെന്റുകളൊക്കെ അവർ നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം കാര്യമായിട്ട് അഡ്മിറ്റ് ആവാതുള്ള ട്രീറ്റ്മെന്റുകൾക്ക് പലപ്പോഴും പല ഇൻഷുറൻസ് കമ്പനികളും കവറേജ് അല്ലെങ്കിൽ ക്ലെയിം ഒന്നും നിങ്ങൾക്ക് നൽകാറില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഇൻഷുറൻസിൽ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെയിറ്റിംഗ് പീരീഡ് ആണ്. ഇപ്പോൾ ചില അസുഖങ്ങൾക്ക് ഒരു സ്പെസിഫിക് വെയിറ്റിംഗ് പീരീഡ് പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ക്രിട്ടിക്കൽ ഇൽനെസ് കവറൊക്കെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എത്ര നാളുകൾക്ക് മുൻപുള്ള ഒരു അസുഖത്തിനാണ് നിങ്ങൾക്ക് കവറേജ് നൽകുന്നത് എന്നുള്ളത് ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വെയിറ്റിംഗ് പീരീഡുകളുണ്ട്. ഇപ്പോൾ നമ്മൾ നോർമലി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അത് ആക്റ്റീവ് ആകാനായിട്ട് കുറച്ച് ദിവസങ്ങളെടുക്കും. അതേപോലെ തന്നെ നിങ്ങൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു, നിങ്ങൾക്ക് ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് ഉണ്ട്, നിങ്ങൾക്ക് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുകയാണ്, പക്ഷേ നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് അത് 6 മാസത്തിനുള്ളിലാണ് ഡയഗ്നോസ് ചെയ്തത് അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ ഡയഗ്നോസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല ഇൻഷുറൻസുകൾക്കും പല ക്രൈറ്റീരിയകളായിരിക്കും. അപ്പോൾ ആ ഒരു വെയിറ്റിംഗ് പീരീഡിനെ കുറിച്ചിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. ഇപ്പോൾ 30 ദിവസമാണോ, 60 ദിവസമാണോ, 90 ദിവസമാണോ, 1 വർഷമാണോ ചില അസുഖങ്ങൾക്കുള്ള വെയിറ്റിംഗ് പീരീഡ് എന്നതിനെ കുറിച്ചിട്ട് പല പ്ലാനുകൾക്കും പല നിബന്ധനകളുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുക. ഇനി അടുത്തതായി എല്ലാ ആളുകളും നോക്കുന്നതാണ്, വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ. നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്ന കമ്പനി നിങ്ങൾക്ക് ഗംഭീരമായിട്ടുള്ള ഓഫർ നൽകുകയാണ്, വളരെ തുച്ഛമായിട്ടുള്ള പേയ്മെൻ്റ് ഒക്കെ ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും അവരുടെ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ എടുത്ത് നോക്കേണ്ടതുണ്ട്. എത്രത്തോളം ക്ലെയിം സെറ്റിൽമെൻറ്റ് അവർ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കമ്പനിയെക്കുറിച്ചിട്ടും അതിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ചിട്ടും ഒരു ഏകദേശ ധാരണ കിട്ടും.
ഇപ്പോൾ വളരെ കുറഞ്ഞ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ ഉള്ള ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവരുടെ പിറകെ നമ്മൾ ക്ലെയിമിന് വേണ്ടി ഒത്തിരി അധികം അലയേണ്ടതുണ്ട്. സാധാരണയായിട്ട് നമ്മൾ ചെയ്യാറുള്ളത് ഏറ്റവും കൂടുതൽ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ ഉള്ള ഒരു കമ്പനിയുടെ ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ്. ഈ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ ഒക്കെ നമുക്ക് എങ്ങനെ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും? ഇപ്പോൾ സാധാരണക്കാരിൽ പല ആളുകൾക്ക് ഐഡിയ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഓൺലൈൻ സേവനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. ഡിറ്റോയുടെ ഒരു ഏജൻറ്റിനോട് സംസാരിച്ചാലും നിങ്ങൾക്ക് ആ ഒരു ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോയ്ക്ക് അനുസരിച്ചിട്ട് അവർ സോർട്ട് ചെയ്ത് തരുന്നതാണ്. ഇനി അടുത്തതായിട്ട് നോ ക്ലെയിം ബോണസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ഇയറിൽ ക്ലെയിം ഒന്നും എടുത്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ക്ലെയിം ഒന്നും എടുക്കാറില്ല. അപ്പോൾ ഓരോ തവണയും നിങ്ങൾക്ക് ആ ഒരു ക്ലെയിം എടുക്കാത്തതിൻ്റെ ബോണസ് കാര്യമായിട്ട് തന്നെ നൽകുന്ന ഒരു ഇൻഷുറൻസ് പ്രൊവൈഡർ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ആ ഒരു ബോണസിൻ്റെ ആ ഒരു ശതമാനവും നോക്കി നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു ഇൻഷുറൻസ് സോർട്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് പ്രീമിയം അഫോർഡബിലിറ്റി ആൻഡ് റിന്യൂവബിലിറ്റി. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ, നിങ്ങൾക്ക് സ്ഥിരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു പ്ലാൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ റിന്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതൊരു വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നല്ല സാമ്പത്തികമായിട്ട് സെറ്റായിട്ടൊക്കെ നിൽക്കുകയാണ്, നിങ്ങൾക്ക് വേറെ വലിയ കാര്യമായിട്ടുള്ള എക്സ്പെൻസുകളൊന്നുമില്ല, നിങ്ങൾ ഒത്തിരിയധികം ആഡ് ഓൺസ് ഒക്കെ ചെയ്ത് ഗംഭീരമായിട്ടുള്ള ഒരു ഇൻഷുറൻസ് കവറേജ് എമൗണ്ട് ഒക്കെ ആഡ് ചെയ്ത് ഭയങ്കര രസമായിട്ടൊരു സംഭവം സെറ്റ് ചെയ്തെങ്കിലും ഇത് റിന്യൂ ചെയ്യാൻ വരുന്ന സമയത്ത് അത് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളത് ചിന്തിച്ച് നോക്കുക. അപ്പോൾ നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ചിട്ട് ഭാവിയുടെ ആവശ്യങ്ങളെയൊക്കെ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാന് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഒന്നും അഫക്റ്റ് ചെയ്യാത്ത രീതിയിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതേപോലെ തന്നെ റിന്യൂ ചെയ്യുന്ന സമയത്ത് സ്വഭാവം മാറുന്ന കമ്പനികളാണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ലോക്കൽ സർക്കിളുകളിലും അതേപോലെ തന്നെ ഇൻഷുറൻസ് മേഖലയിൽ നിൽക്കുന്ന ആളുകളും ഒക്കെ ആയിട്ട് ലോങ് ടൈം ആയിട്ട് ഈ ഒരു ഇൻഷുറൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളെ കുറിച്ചിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ അതൊരു മാർഗ്ഗമാണ്. അടുത്തത് എക്സ്ക്ലൂഷൻ ആൻഡ് സബ് ലിമിറ്റ്. പലപ്പോഴും ആളുകൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അയ്യോ, ഇത് ക്ലെയിമിൽ കിട്ടും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു, അപ്പോൾ ഇതിന് ഇത്ര ലിമിറ്റ് ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. പല ആളുകളും പലപ്പോഴും പരാതിപ്പെടുന്ന ഒരു കാര്യമാണ്, അത് ഞാൻ വായിച്ചു നോക്കിയില്ല, നിങ്ങളത് എന്നോട് പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഈ ഒരു ഇൻഷുറൻസ് കവറേജിൽ ഉൾപ്പെടുന്നില്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് കവർ ആവുമോ, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് കവർ ആവുമോ, മുന്നേ ഉള്ള മെഡിസിൻസ് അതിനുശേഷമുള്ള മെഡിസിൻസ് കവർ ആവുമോ, ഡോക്ടറെ വിസിറ്റ് ചെയ്യാനായിട്ടുള്ള OPD എന്ന് പറയുന്നത് ഇതിനകത്ത് ഉണ്ടോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ബെനിഫിറ്റ് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസിൽ നിന്ന് നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഇനി അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഹെൽത്ത് ഇൻഷുറൻസുകൾ ഇഷ്ടം പോലെയാണ്. ഇപ്പോൾ പെട്ടെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 51-ലധികം കമ്പനികളുടെ ഇൻഷുറൻസ് പ്ലാനുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഒത്തിരി കമ്പനികളുടെ പ്ലാനുകൾ അവൈലബിൾ ആണ്. ഈസിയാണ്, എടുക്കാനൊക്കെ ഈസിയാണ്. ക്ലെയിം സെറ്റിൽമെൻ്റ് ഒക്കെ വളരെ ഈസി ആയിട്ടൊക്കെ കൈകാര്യം ചെയ്യുന്ന കമ്പനികളുണ്ട്. ഓൺലൈനായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എപ്പോൾ വേണമെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് കമ്പനിയുടെ ആളുകളുണ്ട്, അതേപോലെ തന്നെ ഏജൻസ് ഉണ്ട്. എല്ലാം വളരെ ഈസി ആയിട്ടുള്ള ഒരു ഓൺലൈൻ കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ, ആ ഒരു ട്രാൻസ്പെറൻസിയൊക്കെ നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡർ നിങ്ങൾക്ക് നൽകുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. അവർക്ക് നല്ല മെച്ചപ്പെട്ട ഒരു കസ്റ്റമർ കെയർ ഉണ്ടോ, അല്ലെങ്കിൽ അതേപോലെ തന്നെ അവരുടെ ആപ്പിൽ ഈ ഒരു സേവനങ്ങളൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ, വാട്സപ്പിൽ അപ്ഡേറ്റുകൾ ഉണ്ടോ, പ്രീമിയം അതേപോലെ തന്നെ റിന്യൂവൽ എന്നീ കാര്യങ്ങളെക്കുറിച്ച് അവർ ഓർമ്മിപ്പിക്കാറുണ്ടോ, എന്നീ കാര്യങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ ചെക്ക് ചെയ്യേണ്ടതാണ്. അതും കൃത്യമാണെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇങ്ങനെ ഒത്തിരിയധികം കാര്യങ്ങളെക്കുറിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു ഇൻഷുറൻസ് എടുക്കാൻ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഡിറ്റോ ഇൻഷുറൻസിൻ്റെ ഏജൻസ് സദാസമയം അവൈലബിൾ ആയിട്ടുള്ളത്. 30 മിനിറ്റിൻ്റെ ഒരു ക്വിക്ക് കോളിൽ കൂടെ അവർ നിങ്ങളുടെ റിക്വയർമെൻറ്റുകളെ മനസ്സിലാക്കി നിങ്ങൾക്ക് പോളിസിയുമായി ബന്ധപ്പെട്ട എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് നൽകുന്നതാണ്. www.joindito.com എന്ന സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിറ്റോയുടെ സേവനങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 4.9 ഗൂഗിൾ റേറ്റിംഗ്, അതും 12,000-ലധികം ആളുകളുടെ റേറ്റിംഗിൽ നിന്ന് 4.9 ഗൂഗിൾ റേറ്റിംഗ് കരസ്ഥമാക്കിയ സെറോദ ബാക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഡിറ്റോ എന്ന് പറയുന്നത്. ഡിറ്റോ പ്രധാനപ്പെട്ടതായി ഓഫർ ചെയ്യുന്ന സേവനങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസുകളെ കുറിച്ചിട്ടും ടേം ഇൻഷുറൻസുകളെ കുറിച്ചിട്ടുമുള്ള പേഴ്സണലൈസ്ഡ് അഡ്വൈസുകളാണ്. ഡിറ്റോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു IRDAI സർട്ടിഫൈഡ് ആയിട്ടുള്ള എക്സ്പേർട്ടുകളുടെ ഗൈഡൻസ്, എൻഡ് ടു എൻഡ് അസിസ്റ്റൻസ്. ഒരു പോളിസി എടുക്കുന്നത് മുതൽ ഒരു പോളിസിയുടെ ക്ലെയിമിൽ വരെ അവർ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നു. പോളിസിയെ മനസ്സിലാക്കാനായിട്ടും അവർ നിങ്ങളെ സഹായിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ലൈഫ് ടൈം ക്ലെയിം സപ്പോർട്ട്. ഈ പോളിസി കാലയളവിൽ ഉടനീളം നിങ്ങളുടെ ക്ലെയിമിന് ഡിറ്റോയുടെ 24/7 ഏജൻസ് അവൈലബിൾ ആണ്. അവർ നിങ്ങളുടെ ക്ലെയിം പ്രോസസ്സിൽ ഉടനീളം നിങ്ങളെ സഹായിക്കാനായിട്ട് റെഡിയാവും. അപ്പോൾ 2025-ലും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാത്ത കുടുംബങ്ങൾ, വ്യക്തികൾ, അങ്ങനെയുള്ള ആളുകൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അവിചാരിതമായിട്ട് വരുന്ന അസുഖങ്ങളിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയും രക്ഷിക്കാനായിട്ടുള്ള ഏക മാർഗമാണിത്. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി.